السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها، وقد أكملنا كم درس؟ 14 درسا من القسم الثاني. ഖുർആൻ പഠനത്തിലുള്ള പുഴയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. 14 ക്ലാസ്സുകൾ 2ാം സെമസ്റ്ററിലെ 14 അധ്യായങ്ങൾ നാം കംപ്ലീറ്റ് ചെയ്തു. ഇനി 15ാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കേണ്ടത്. പേജ് നമ്പർ എത്രയായിരുന്നു? 14 കഴിഞ്ഞു. 102 അല്ലേ കഴിഞ്ഞത്? 102 കഴിഞ്ഞു. 103ാമത്തെ പേജാണ് എടുക്കേണ്ടത്. الدرس الخامس عشر. الدرس الخامس عشر. 15ാമത്തെ പാഠത്തിൽ നമുക്ക് എന്താ പഠിക്കേണ്ടത്? പതിനഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത് നഹീരൂപം. നഹീരൂപം ലാ തദ്ഹബ്, ല അന്നാഹിയ, വിരോധക്രിയയ്ക്ക് വേണ്ടിയുള്ള ല അന്നാഹിയ, വിരോധക്രിയയ്ക്ക് വേണ്ടിയുള്ള ലായാണ് പഠിക്കേണ്ടത്. അപ്പൊ അതും സാധാരണ ലായും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുകൂടി ഇവിടെ നിന്ന് പഠിക്കണം ഈ പാഠത്തിൽ. ഇവിടെ നമ്മൾ ലാ തദ്ഹബ്, ലാ തദ്ഹബൂ, ലാ തദ്ഹബീം കൂടെ പഠിക്കണം. ഒരു പെണ്ണിനോട് അതേപോലെ ലാ തദ്ഹബിന കുറെ പെണ്ണുങ്ങളോട് പറയുന്നതും പഠിക്കുന്നു. പിന്നെ ഈ പാഠത്തിൽ പഠിക്കുന്നതാണ് കാദ യക്കാദു. കാദ യക്കാദു, ഓൾമോസ്റ്റ് ആകാനടുത്തു. യക്കാദുൽ ബർഖ് യഖ്തഫ് അബ്സാറഹും എന്ന് അൽ ബഖറ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചവര്. അതാണ് ഇതിൽ പഠിക്കാനുള്ള ഒന്ന്. ബാക്കി എന്തെങ്കിലും ചില സംഗതികൾ കൂടെ ഉണ്ട്. ഇന്നമാ പോലുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഹംസ് വരുന്ന ക്രിയകളുടെ പ്രത്യേകത പഠിക്കാനുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്നത്. ഓക്കെ, المدرس أين تذهب يا أبا بكر؟
യാ അബാ ബക്കർ. ഐന തസ്ഹബു യാ അബാ ബക്കർ. യാ വന്നപ്പോ എന്തായി? അബാ ബക്കരീൻ. അബാ ബക്കരീൻ എന്നാണ്. കാരണം ബക്കറിനോട് ഇളാഫത്ത് ചെയ്യുന്നോണ്ട് അബാ ബക്കരീൻ എന്നാണ് പറയുന്നത്. ഐന തസ്ഹബു, വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോകുന്നു? അബൂബക്കർ. അപ്പൊ യാ അബാ ബക്കർ എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ പേര് അബൂബക്കർ എന്നാണ്. നമ്മളുള്ളതാണ് അടിസ്ഥാന രൂപം. അസ്ഹബു ഇലൽ മുദീരി, ഞാൻ ഹെഡ്മാസ്റ്ററിന്റെ അടുക്കിലേക്ക് പോവാണ്. അൽ മുദരിസ്. ലാ തഖ്റുജു മിനൽ ഫസ്ൽ അൻ, ലാ തഖ്റുജ്. ഖറജ യഖ്റുജു, ലാ തഖ്റുജ്. അപ്പൊ വിരോധക്രിയ വന്നു കഴിഞ്ഞാൽ അപൂർണക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യണം? ജസ്മ് ചെയ്യും. അവസാനത്തെ അക്ഷരത്തില് സുക്കൂനായിരിക്കും. അതിന്റെ ഏകവചനത്തിലാണെങ്കിൽ അവസാനത്തെ എന്തായിരിക്കും? സുക്കൂനായിരിക്കും. അതായത് ജസ്മ് ചെയ്യപ്പെടുകയാണ്. ഏകവചനം ആകുമ്പോൾ സുക്കൂൻ കാണാം. വലാ തഖ്റുജ്, ഖറജ യഖ്റുജു എന്നാണ് അതിന്റെ അപൂർണക്രിയ. അതുകൊണ്ട് ലാ തഖ്റുജ്, നീ പുറത്തു പോകരുത്. മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന്. അൽ ആൻ, ഇപ്പോൾ പുറത്തു പോകരുത്. ഇദ്ഹബ് ഇലൈഹി ബഅദ ദർസ്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പോവുക. ക്ലാസ്സിന് ശേഷം പോവുക. ഇദ്ഹബ് ഇലൈഹി, നീ പോകണം, അല്ലെങ്കിൽ നിനക്ക് പോകാം. ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക്. ബഅദ ദർസ്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഹുമായൂൻ, യാ ഉസ്താദു. അപ്പൊ എന്ത് ചെയ്യണം? യാ ഉസ്താദു ആണ്, യാ ഉസ്താദ അല്ല. കാരണം ഉസ്താദ് എന്ന് മാത്രമേ ഉള്ളൂ. ഉസ്താദിനോടൊപ്പം വേറെ ഇളാഫത്തില്ല. യാ ഉസ്താദു അന ത്വാലിബുൻ ജദീദ്, ഐ എം എ ന്യൂ സ്റ്റുഡന്റ്, ഞാനൊരു പുതിയ സ്റ്റുഡന്റ് ആണ്. അയിന അജ്ലിസു, ഞാൻ എവിടെ ഇരിക്കേണ്ടത്? അയിന അജ്ലിസു, ഞാൻ എവിടെ ഇരിക്കണം? അജ്ലിസു ഹുന അമാമക്, ഞാൻ ഇവിടെ താങ്കളുടെ മുന്നിൽ ഇരിക്കട്ടെയോ? ഞാനിവിടെ താങ്കളുടെ മുന്നിൽ ഇരിക്കട്ടെയോ? അൽ മുദരിസ്, ലാ തജ്ലിസ് ഹുന. അപ്പൊ എന്തായി? ലാ തജ്ലിസ്. ജലസ യജ്ലിസു, ലാ തജ്ലിസ്. യജ്ലിസു എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താണ്? കെസ്റാണ്. തഖ്റുജ്, ഖറജ യഖ്റുജു എന്ന് പറയുന്നിടത്ത് ലമ്മാണ്. അവിടെ ലമ്മ ആയതുകൊണ്ട് ലാ തഖ്റുജ് എന്ന് പറഞ്ഞു. ഇവിടെ ജലസ യജ്ലിസു ആയതുകൊണ്ട് ലാ തജ്ലിസ് എന്ന്. ലാ തജ്ലിസ്. അപ്പൊ അവിടെ സുക്കൂനുണ്ട്, ഇവിടെയും സുക്കൂനുണ്ട്. ഹുന, ഇവിടെ ഇരിക്കരുത്. ലാ തജ്ലിസ് ഹുന, ഇവിടെ ഇരിക്കരുത്. ഹാദ മഖ്അദു ഹിശാമിൻ, ഹാദ മഖ്അദു ഹിശാമിൻ. ഇത് മഖ്അദ് എന്താണ്? ഇരിക്കുന്ന സ്ഥലം, ഇരിപ്പിടം. ഇരിപ്പിടം. മഖ്അദ്. മഖ്അദ് ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? പിന്നെ ഇത് സൂറത്ത് ജിന്നിൽ എന്താ പറഞ്ഞേ? ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സ്ഥലമുണ്ടെന്ന്. അപ്പൊ അതിന്റെ ബഹുവചനമാണ് ഉപയോഗിച്ചത് അൽ ജിന്നില്. അതെ അതെ അതെ. മക്കായിദ് എന്നാ പറഞ്ഞു. അപ്പൊ മക്കായിദിന്റെ ബഹുവചനം മക്കായിദു. മക്കായിദ് സമയം എന്ന് പറഞ്ഞു. മക്കായിദു. കേൾക്കാൻ വേണ്ടി. മക്കായിദ് വേറെ അർത്ഥമുണ്ടോ? വേറെന്താ അർത്ഥം വേണ്ടേ? അല്ല, ചോദിക്കാണ്. ഇബ്രാഹിം നബിയുടെ നമ്മുടെ അത് കെട്ടുന്ന സമയത്തുള്ളത് അടിത്തറ, അങ്ങനെയുള്ള എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഇബ്രാഹിമുൽ ഖവാഇദ്. ഖവായിദാണ്. ഓക്കെ. ഖവാഇദ് ഖായിദത്താണ്. ഖായിദത്ത് തൂണ്, പ്രധാന ഭാഗം എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ മദ്രസയിൽ പോകുമ്പോൾ ഖായിദ പഠിക്കുന്നു പറയും. അടിസ്ഥാന കാര്യം. ഇവിടെ അടിസ്ഥാനം കെട്ടിപ്പൊക്കി എന്നർത്ഥം. അവിടെ ഇവിടെ ഖവാഇദു മസാജിദു. മസാജിദു ആയതുകൊണ്ട്, മസാജിദ് വസ്നായതുകൊണ്ട് മഖാഇദു. മഖാദുൻ ജംഉഹു മഖാഇദു. അതേപോലെ മഖാദ
സിദഖിൻ. മക്കായത് ഏകവചനം വന്നിട്ടുണ്ട് ഖുർആനിൽ. മക്കായതുണ്ട്. هذا مقعد هشام. ഇത് ഹിഷാമിന്റെ സീറ്റാണ്. وهو غائب اليوم. وهو غائب اليوم. നമ്മൾ മുമ്പ് പഠിച്ച തൻവീന് ശേഷം അൽ വരുമ്പോൾ നീ ചേർത്ത് പറയണം. അതായത് തൻവീന് ശേഷം ഹംസത്തുൽ വസ്ലാണ് വരുന്നതെങ്കിൽ നീ ചേർത്ത് പറയണം. ഗായിബുനിൽ യൗമ വഹുവ ഗായിബുനിൽ യൗമ. അവൻ ഇന്ന് ആബ്സെന്റ് ആണ്. ഇജ്ലിസ് ഹുനാക. അവിടെ ഇരിക്കൂ. അവിടെ ഇരുന്നോളൂ. ഖൽഫ ഹാമിദിൻ. ഹാമിദിന്റെ പിന്നിൽ. നമ്മള് ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മങ്ങിട്ടാണ് വരുന്നത്. അതെ അതെ. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും അതെ. لا تجلس هنا. هذا مقعد هشام وهو غائب اليوم. اجلس هناك خلف حامد. നമ്മുടെ വിഷയം കൽപ്പനക്രിയയാണ്. അവിടെ എന്തുണ്ട്? ഈ ജിലിസ് എന്നിടത്ത് ജലസ യജിലിസു എന്നാണ്. അവിടെ എന്ത് വന്നു? ഇവിടെ കൽപ്പനക്രിയയാണ്, മറ്റേത് വിരോധക്രിയയാണ്. ജിലിസ് എന്നിടത്ത് അവിടെയും എന്തുണ്ട്? ജസ്മുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ലാ തഖ്റുജ്. ഇസ്ഹബ് അവിടെ സുക്കൂനുണ്ട്. അപ്പോ ഏകവചനത്തിൽ കൽപ്പനക്രിയയിലും കൽപ്പനക്രിയയിലും വിരോധക്രിയയിലും എന്താണ്? സുക്കൂൻ ചെയ്തിട്ടാണ് വരുന്നത്. ജസ്മ് ചെയ്തിട്ടാണ് വരിക. അപ്പോ ഏകവചനമാണെങ്കിൽ സുക്കൂൻ കാണും അവിടെ. ബഹുവചനമാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് നോക്കാം. ഹുനാക ഖൽഫ ഹാമിദിൻ. ഹാമിദിന്റെ പിന്നിലിരിക്കുക. ബഷീറും. آخذ هذه الدفاتر يا أستاذ. آخذ هذه الدفاتر يا أستاذ. أستاذ يعني നോട്ട്ബുക്കുകൾ എടുക്കട്ടെയോ? هذه الدفاتر. ദഫാത്തിറിന് എങ്ങനെ നസ്ബ് വന്നു? അത് അവിടെ മഫ്ഊലും ബിഹി. ഏതിന്റെ? ഹുദ് എന്നുള്ളതിന്റെ. ആഖുദു. ഹുദല്ല. ഹുദ് എന്ന് പറയും. എടുക്കട്ടെ എന്നല്ലേ? ക്വസ്റ്റ്യൻ അല്ലേ അത്? അപ്പൊ എങ്ങനെ ഹുദ് വന്നത്? അല്ല, ക്രിയ പറയുമ്പോ അത് മുഴുവൻ പറയണോന്ന് ചോദിച്ചാണോ? അപ്പൊ പകുതി എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? ഹുദ് എന്ന പകുതി പറയാൻ പറ്റും? കൽപ്പനക്രിയ ആയിട്ട്. കൽപ്പനക്രിയ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലല്ലോ. സോറി. ആഹുദു എന്നാണ്, ഞാൻ എടുക്കുന്നു. അപ്പൊ ഇവിടെ ഈ പാഠത്തിൽ പഠിക്കാനുള്ള വേറൊരു പദം, വേറൊരു കാര്യം കൂടിയാണത്. കാരണം എന്താ? ആഹുദു. അപ്പോ അഹുദു എന്നാണ്. അഅ്കുലു, അക്കല യഅ്കുലു, അഖദ യഅഖുദു എന്നാണ് വരിക. അഅഖുദു എന്നാണ് വരുന്നത്. അവിടെ ഞാൻ എന്നതിന്റെ ആയും അവിടെ ഫെയിലിലെ ആയും അടുത്തടുത്ത് വരുന്നിടത്ത് എന്ത് ചെയ്യും? ആക്കുലു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ഹംസ കൂടെ ചേർത്ത് ഒരു ഹംസ നീട്ടി പറയാം. ആഹുദു. പിന്നെ ഇവിടെ ചോദ്യത്തിന്റെ ഒരു ആയും കൂടെ ഉണ്ട്. ആഹുദു ഹാദിഹി ദഫാത്തിറ. ദഫാത്തിറിന്റെ ഏകവചനം എന്താണ്? ദഫ്തറിന്റെ ബഹുവചനമാണ് ദഫാത്തിറു. അത് ഗൈറു മുൻസരിഫാണ്. ദഫാത്തിറു മസാജിദു. ഹാദിഹി ദഫാത്തിറ. അപ്പൊ ഇവിടെ ഹാദിഹിക്ക് ശേഷം അല്ലുള്ളതാണെങ്കിൽ ഹാദിഹി മാറ്റിയിട്ട് നോക്കണം. ആഹുദു ദഫാത്തിറ എന്നാണ് വരിക. ഞാൻ നോട്ട്ബുക്കുകൾ എടുക്കുന്നു. ആഹുദു, എടുക്കട്ടെയോ? ആഹുദു ദഫാത്തിറ. ഹാദിഹി എന്താണ്? ചൂണ്ടാനുള്ള ഒരു സംഭവം മാത്രമാണ്. എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ അല്ലേ? അത് തന്നെ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. പക്ഷെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ചിലപ്പോൾ എന്തായിരിക്കും? അത് മുബത്തദയായിട്ടും വരും, സെന്റൻസിന്റെ വാക്യത്തിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഹാദാ കിതാബുൻ, ഹാദാ കിതാബുൻ. അപ്പൊ എന്താണ്? ഹാദാ ഇതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. കിതാബുൻ കൺക്ലൂഷൻ പാർട്ടാണ്. അതായത് കിതാബുൻ ഇതൊരു പുസ്തകമാണ്. അപ്പൊ ഞാൻ ഒരു ക്ലൂ പറഞ്ഞു തന്നത്, ഹാദാക്ക് ശേഷം അൽ ഉള്ളതാണെങ്കിൽ അതെന്തായിരിക്കും? അവിടെ ഹാദാ ചൂണ്ടാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കും. അപ്പൊ അതില് പ്രധാനപ്പെട്ട സാധനം ഉണ്ടാവില്ല. അതില്
സ്ഥാനം ഇല്ലെന്നല്ല, ഗ്രാമറിൽ അതിന്റെ സ്ഥാനമൊക്കെ പറയും. നമ്മൾ അതിലേക്ക് പോകേണ്ടതില്ല. അത് മാറ്റി നോക്കിയാൽ അതിന് ആഹുദു എന്ന പേരിന്റെ ദഫാത്തർ എന്താണ്? കർമ്മമാണ്, അഥവാ ഒബ്ജക്റ്റ് ആണ്. അൽ മുദരിസ് ലാ തഅഖുദ്ഹ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ലാ തജ്ലിസ്. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലല്ല വേണ്ട അവിടെ ഇരിക്കണ്ട എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ 2 ലാ ഉണ്ട് അവിടെ. ഇപ്പൊ ആദ്യത്തെ ലാ എന്ന് പറയുന്നത് അല്ല, ഇല്ല എന്ന അർത്ഥത്തിലാണ്. അല്ല ലാ തജ്ലിസ്, അവിടെ ഇരിക്കരുത്. അതേപോലെ ലാ തഅഖുദ്ഹ, അല്ല അവിടെ അതെടുക്കരുത്. ലാ തഅഖുദ്ഹ, അവിടെയും ലാ തഅഖുദ് എന്നത് ഏകവചനമാണ്. അതുകൊണ്ട് അവിടെ സുക്കൂൻ പ്രത്യക്ഷത്തിൽ കാണും. ആ ക്രിയയോടൊപ്പം ചേർന്ന് വരുന്ന സർവനാമം എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ക്രിയയോടൊപ്പം ചേർന്ന് വരും. അപ്പൊ അവിടെ ലാ തഅഖുദ് എന്ന വിരോധ ക്രിയയോടും ഒപ്പം എന്ത് വരും? സർവനാമം ചേർന്ന് ഒബ്ജക്റ്റ് ആയിട്ട് വരും. കൽപ്പന ക്രിയയോടും കൽപ്പന ക്രിയയുടെ കൂടെയും അതേപോലെ ഒബ്ജക്റ്റ്, സർവനാമം ഒബ്ജക്റ്റ് ആയിട്ട് ചേർന്ന് വരും. അല്ലാതെ ഉള്ള ക്രിയയിലും വരും. ലാ തഅഖുദ്ഹ, അത് ശരി. ലാ തഅഖുദ്ഹ. അപ്പൊ യൻളുറു ഫീ ദഫ്തരിൻ, യൻളുറു ഫീ ദഫ്തരിൻ, നോട്ട്ബുക്കിൽ നോക്കുന്നു. ലാ തഅഖുദ്ഹ ഇതെടുക്കരുത്. അപ്പൊ യൻളുറു അൽ മുദരിസിനെ കുറിച്ചാ പറയുന്നത്. മുദരിസ് എന്താ പറഞ്ഞു? ലാ തഅഖുദ്ഹ, അത് എടുക്കേണ്ടതില്ല. യൻളുറു ഫീ ദഫ്തരിൻ, നോട്ട്ബുക്കിൽ നോക്കുന്നു. അപ്പൊ ഉസ്താദ് നോട്ട്ബുക്ക് നോക്കുകയാണ്. യാ അബ്ദ റഹീമി, യാ അബ്ദ അർ-റഹീമി. അപ്പൊ അബ്ദ് വന്നുകൊണ്ട് അബ്ദ റഹീമിലേക്ക് ഇളാഫത്ത് ചെയ്തതുകൊണ്ട് അബ്ദ എന്ന് വന്നു. യാ അബ്ദ അർ-റഹീമി. ലാ തക്തുബിൽ അജ്വിബത ബിൽ ഖലമിൽ അഹ്മരി. ലാ തക്തുബ് അൽ അജ്വിബത. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ? ലാ തക്തുബ് എന്നിടത്ത് സുക്കൂനാണ്. അൽ അജ്വിബത്ത് എന്ന് പറഞ്ഞ അതിന്റെ സർവനാമം അല്ല, സോറി, മറ്റേ മഫ്ഊലു ബിഹി. ഏത് മഫ്ഊലു ബിഹി? തക്തുബിന്റെ മഫ്ഊലു ബിഹി. മഫ്ഊലു ബിഹി ആണ് അജ്വിബത്ത്. പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച വേറെ സംഗതിയാണ്. തക്തുബിനെ കെസ്റൊന്നും എങ്ങനെയെന്നാണ് പറയാൻ പോയത്. അവിടെ യഥാർത്ഥത്തിൽ കെസ്റാണ്, അത് സുക്കൂനാണ്. ലാ തക്തുബ്. പിന്നെ അല്ലിന്റെ ഹംസത്തുൽ വസ്ൽ ചേർന്ന് വന്നപ്പോൾ ബാഇന് കെസ്ർ കൊടുക്കണം. 2 സുക്കൂൻ ഒരുമിച്ച് വന്നുകൊണ്ട്. അൽ അജ്വിബത്ത്, അജ്വിബത്ത് എന്താണ്? ആൻസർ അല്ലേ? ആൻസേഴ്സ്. അതിന്റെ ഏകവചനം ജവാബ്. ജവാബുൻ, ആൻസർ. അൽ അജ്വിബത്ത് ജവാബുൻ, അജ്വിബത്തുൻ ഉത്തരങ്ങൾ. ബിൽ ഖലമിൽ അഹ്മരി. അപ്പൊ അൽ ഖലമുൽ അഹ്മറു, റെഡ് പെൻ. ബിൽ ഖലമിൽ അഹ്മരി, ബി വന്നതുകൊണ്ട് അൽ ഖലമി എന്ന് വന്നു. അൽ ഖലമിന്റെ വിശേഷണമാണ് അൽ അഹ്മർ, അതുകൊണ്ട് അതിനും കെസ്ർ കൊടുക്കണം. ബിൽ ഖലമിൽ അഹ്മരി. ചുവപ്പ് പെന്നുകൊണ്ട് ഉത്തരം എഴുതരുത്. അൽ മുദരിസു ഹുവല്ലദീ യക്തുബു ബിൽ ഖലമിൽ അഹ്മരി. അൽ മുദരിസു അധ്യാപകൻ, ഹുവല്ലദീ യക്തുബു അദ്ദേഹമാണ് എഴുതേണ്ടത്. ബിൽ ഖലമിൽ അഹ്മരി, ചുവപ്പ് പേനുണ്ട്. അപ്പൊ ഇവിടെ എന്താ? ലാ തക്തുബ്, അവിടെ ഹൈലൈറ്റ് ചെയ്യണം. അവിടെ ആഖുദ് ഹൈലൈറ്റ് ചെയ്യണം. അത് ഇവിടെ ലെസണിലുള്ളവർ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തഅഖുദ്ഹ അതും വേണ്ടേ? അത് വേണ്ട. ലാ തഅഖുദ്ഹ അത് വേണം. നിങ്ങൾ തഅഖുദ്ഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ലാ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിരോധക്രിയയുടെ ലാ എപ്പോഴും ചേർത്തേ പറയാവൂ. വിരോധക്രിയയുടെ ലാ മുറിച്ച് കളയരുത്. അപ്പൊ തഅഖുദ്ഹ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് തഅഖുദ്ഹ അല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ലാ തഅഖുദ്ഹ എന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വിരോധക്രിയയാണത്. വിരോധക്രിയയുടെ ലാ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് മുറിച്ചു മാറ്റാൻ പറ്റില്ല. അതിൽ കൂടെ ഉള്ളതാണ്. ഇടയിൽ സ്പേസ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അത് മുറിച്ചു മാറ്റാൻ പറ്റില്ല. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തൊക്കെ
അത് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ചില ആൾക്കാർ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള സ്ഥലത്ത് വന്നിട്ട് റിപ്പീറ്റ് ചെയ്തോളൂ. ഇമാമുമാർ ഓർമ്മ ശ്രദ്ധിച്ചിരുന്നാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ കൗതുകമാണ്. നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇമാമുമാർ ഓർന്ന് നോക്കിയാൽ വളരെ കൗതുകം ഉണ്ടാവും. ഫൈസൽ, انظر إلى هذه المجلة يا أستاذ يا ما أجملها. انظر ما أجملها നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? How beautiful, എത്ര മനോഹരമാണ്. അതെത്ര മനോഹരമാണ്. അത് ഈ മാ അജ്മല എന്ന് പറയുന്നതിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടായിരിക്കും? അല്ല, അതിന്റെ കൂടെ അതിന്റെ എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് എന്നത് കൂടി ഉണ്ടാവും. ഒന്നുകിൽ സർവനാമമായിരിക്കും, അല്ലെങ്കിൽ ആ പദം ഉണ്ടാവും. ക്രിയയല്ല, ഏതാണ് മനോഹരം എന്ന് പറയുന്നതുണ്ടാവും. അതെ. അപ്പൊ മാ അജ്മല ഹ, അതെത്ര മനോഹരം. ഒന്നും ഹാദിഹിൽ മജല്ലത്ത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് അജ്മല ഹ എന്ന് പറഞ്ഞത്. المدرس لا تقرأ المجلات في الفصل يا فيصل. لا تقرأ المجلات. فلا تقرأ എന്ന വിരോധക്രിയ ഹൈലൈറ്റ് ചെയ്യണം. അതിന്റെ കൂടെ അൽ ന്റെ ഹംസത്തുൽ വസ്ൽ വന്നപ്പോൾ ലാ തഖറഇന്റെ ഹംസിന് കസ്റായി. ലാ തഖറഇൽ മജല്ലാത്തി. മജല്ലാത്തിന് എങ്ങനെ കസ്റ വന്നു? ആ മജല്ലാത്ത് മറ്റേ സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് അതിന് നെസ്ബിന് പകരം കസറത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്തത്. കസറത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്തത്. നെസ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. അതിന്റെ അടയാളം ആണ് ഫത്തഹത്തെ കസറത്ത് ലമ്മത്ത്, ഇതൊക്കെ അടയാളങ്ങളാണ്. അപ്പൊ ഇവിടെ കസറത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്. കാരണം ജമ്മ മുഅന്നസ് സാലിമാണ്. ജമ്മ മുഅന്നസ് സാലിം, സ്ത്രീലിംഗ ബഹുവചനം, സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനം. ലാ തഖറഇൽ മജല്ലാത്തി, മാഗസിനുകൾ വായിക്കരുത്. മജല്ലാത്തിന്റെ ഏകവചനം എന്താണ്? മജല്ലത്തുൻ. ഫൈസലു മാ അഖറഉ ഹാദിഹിൽ മജല്ലത അൽആൻ ഇന്നമാ അൻദുറു ഇല الصور التي فيها. മാ അഖറഉ ഹാദിഹിൽ മജല്ലത, ഞാൻ ഈ മജല്ല വായിക്കുകയല്ല. മാ അഖറഉ, അപ്പൊ ഞാൻ വായിക്കുന്നില്ല. മാ അഖറഉ ഹാദിഹിൽ മജല്ലത. അപ്പൊ നെഗറ്റീവ് ആക്കി പറയാൻ സാധാരണഗതിയിൽ എന്താണ്? മാ ഉപയോഗിക്കാം, ലാ ഉപയോഗിക്കാം. ലായാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപൂർണക്രിയയോടൊപ്പം. ഇവിടെ എന്താണ്? മായാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. അപ്പൊ രണ്ടും ഉപയോഗിക്കാം അല്ലെ അപൂർണക്രിയയോടൊപ്പം? അതെ, നമ്മൾ അത് രണ്ടും ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞായിരുന്നു. ലാ അഖറഉ എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുകയില്ല എന്നാണ്. ലാ അഖറഉ. മാ അഖറഉ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. അപൂർണക്രിയ ഇങ്ങനെ മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി. അപൂർണക്രിയയോടൊപ്പം ഉപയോഗിക്കേണ്ടത് ലായാണ്. മാ ഉപയോഗിക്കുന്നത് പൂർണ്ണക്രിയയോടൊപ്പമാണ്. അപ്പോൾ അപൂർണക്രിയയോടൊപ്പം മാ ഉപയോഗിച്ചാൽ എന്തായിരിക്കും? അത് ടെമ്പററി ആയിരിക്കും. അത് ടെമ്പററി ആയിരിക്കും. ക്യാമറയിൽ ഫംഗസ് പിടിച്ചിരുന്ന ഇപ്പൊ ചൂടായപ്പോഴത്തേക്ക് അത് പോയി കേട്ടോ. മഴ പെയ്തപ്പോഴേ ഞാൻ കൈ കൊണ്ട് തുടച്ചിട്ട് പോയില്ലായിരുന്നു. ഓക്കെ, മാലിയായിരിക്കുന്നൊന്നുമില്ലല്ലോ, ടെമ്പററി ആയിട്ട്. അതിപ്പോ അതായത് ഒരിക്കൽ കൂടി പറയാം. ലായാണ് മുളാരിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്, അപൂർണക്രിയയുടെ കൂടെ ഉപയോഗിക്കേണ്ടത് ലായാണ്. മാ ഏതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്? പൂർണ്ണക്രിയയുടെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. പൂർണ്ണക്രിയയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അപൂർണക്രിയയോടൊപ്പം മാ വന്നാൽ എന്തായിരിക്കും അർത്ഥം? അതിന്റെ അർത്ഥം അതേ അർത്ഥം കിട്ടും. അതേ അർത്ഥം തന്നെയാണ്, പക്ഷെ അത് ടെമ്പററി ആണ്. എങ്ങനെ ടെമ്പററി? മാ അഖറഉ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല, ഞാൻ മാഗസിൻ വായിക്കുകയില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം.
ഞാൻ ഇപ്പോൾ മാഗസിൻ വായിക്കുന്നില്ല. അപ്പൊ ഇപ്പോൾ വായിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ മുമ്പ് ഈ ചായ കോഫി കുടിക്കുന്നതിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ മുമ്പ്. മൈൻഡിലായി വന്നിട്ടുണ്ടെന്നാ എന്റെ ഓർമ്മ. വന്നിട്ടില്ലെങ്കിൽ അത് പാടത്ത് ഇനി വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് മാ അക്റഉ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. ഇവിടെ അല്ലാന് വന്നിട്ടുണ്ട്, പക്ഷെ മാ ഉപയോഗിച്ച് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ അവസ്ഥയാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ക്ലാസ് വെച്ച് വായിക്കില്ല എന്നാ പറഞ്ഞു. മാ അക്റഉ ഹാദിഹിൽ മജല്ലത്ത അൽ ആൻ, ഇപ്പോൾ ഞാൻ മജല്ല. അവിടെ നിന്ന് ഇവിടെയും എന്തുണ്ട്? ഹാദിഹിക്ക് ശേഷം അൽ വന്നതാണ്. അപ്പോൾ ഹാദിഹി മാറ്റി നോക്കിയാൽ അക്റഉവിന്റെ ഒബ്ജക്റ്റ് ആണ്, അഥവാ മഫ്ഊൽ ബിഹി ആണ്. മജല്ലത്ത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് നെസ്ബ് കൊടുത്ത് വായിക്കണം. മാ അക്റഉ ഹാദിഹിൽ മജല്ലത്തൽ ആന. അല്ലാന എപ്പോഴും എന്തായിരിക്കും? അൽ ആന എപ്പോഴും നെസ്ബത്ത് ആയിരിക്കും ഉണ്ടാവുക. അത് സന്ദർഭം പറയാനുള്ള പദമാണ് അൽ ആന. ഇന്നമ അൻളുറു, ഇന്നമ ഹൈലൈറ്റ് ചെയ്യുക. ഇന്നമ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്, ഒരു പോയിന്റാണ്. ഇന്നമ അൻളുറു, ഞാൻ നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇല സുവരി, സുവറിലേക്ക്. സുവർ എന്താണ്? സുവർ ചിത്രം. സ്വാദിട്ടാല് ചിത്രം, സീനിട്ടാല് അധ്യായം. സൂറത്തുൻ, സൂറത്തുൻ. സൂറത്തിന്റെ ബഹുവചനം എന്താണ്? സൂറത്ത് അധ്യായം എന്നതിന്റെ ബഹുവചനം സുവർ. ഖുർആൻ വായിച്ചു തുടങ്ങി കിട്ടും. നമ്മൾ വായിക്കാത്തതുകൊണ്ടാണ് കാണാത്തത്. അല്ല, അതും സുവർ തന്നെയാണോ വരിക? അതും സുവർ തന്നെയാണ്. ഇത് മാത്രം സുവരിൻ 10 അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? അതാ പറഞ്ഞ ഖുർആൻ വായിച്ചാൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കിട്ടും. വായിച്ചില്ലേ കിട്ടൂല, ഓതിയാൽ കിട്ടൂല. അപ്പൊ അതേപോലെ തന്നെയാണ് സ്വാദിട്ടാല് സൂറത്തിന് രൂപം, ചിത്രം, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. സൂറത്ത്. കോപ്പി എടുക്കുന്നതിന് സൂറ എന്ന് പറയും. അല്ല എന്താണ്? അതിന്റെ ചിത്രമല്ലേ എടുക്കുന്നത്? അതിന്റെ ചിത്രം എടുക്കുന്നത്. ആ അർത്ഥത്തില് സൂറ. ഫോട്ടോ എടുക്കാൻ പോയാലും അവിടെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ചെന്നാല് സൂറ പറഞ്ഞാല് ഫോട്ടോ എടുക്കും. കോപ്പി സെന്ററിൽ പോയാൽ സൂറ പറഞ്ഞാൽ കോപ്പി എടുക്കും. ഇവിടെ ഇപ്പോ എന്ത് ചെയ്യാണ്? ഞാൻ ആ പടം നോക്കുകയാണ് എന്ന അർത്ഥത്തിലാണ്. ഇല സുവരില്ലത്തി ഫീഹ, അതിനകത്തുള്ള ചിത്രങ്ങൾ നോക്കുകയാണ്. അല്ലത്തി. അപ്പൊ സുവർ ബഹുവചനമായതുകൊണ്ട് എന്ത് ചെയ്തു? സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു, സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. സുവറിനെ വിശേഷിപ്പിക്കാനാണ് അല്ലത്തി ഉപയോഗിക്കുന്നത്. ഇൻഡിക്കേറ്റീവ്. അതെ, ഇൻഡിക്കേറ്റീവ് അല്ല ഇവിടെ. അല്ലത്തി എന്താണ്? അല്ലത്തി പരസ്പരം ബന്ധപ്പെടുന്നതാണ്. റിലേറ്റീവ്. റിലേറ്റീവ് പ്രോനൗൺ. അതപ്പോ അല്ലതി, അല്ലദീന, അല്ല പോലുള്ള അതിന്റെ കാറ്റഗറി എല്ലാം എന്താണ്? 2 ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പക്ഷേ എന്തായിട്ടായിരിക്കും അത്? ഒന്ന് നേരത്തെ പറഞ്ഞതിന്റെ വിശേഷണമായിട്ടായിരിക്കും അത് വരിക. അങ്ങനെയുള്ളതായ ഇത് അല്ലത്തി ഫിഹ. അവിടെ ഫിഹ ഉപയോഗിക്കാനും കാരണം അതാണ്. ഏത് ഫിഹ ഉപയോഗിക്കാൻ കാരണം മജല്ലത്ത് സ്ത്രീലിംഗമായതുകൊണ്ട്. ഹംസതു അഫ്തഹുൽ ബാബ യാ ഉസ്താദ്, ഞാൻ ഡോർ തുറക്കട്ടെ ഉസ്താദ്. യകാദുൽ ജറസു യരിന്നു, ബെല്ല് അടിക്കാറായി. അപ്പൊ യക്കാദു ഹൈലൈറ്റ് ചെയ്യണം. യക്കാദുൽ ജറസു യറിന്നു, ബെല്ല് അടിക്കുമാറായി. തകാദു തമയ്യസു മിനൽ ഗൈബ്, തകാദു തമയ്യസു മിനൽ ഗൈബ്, നരകത്തെ കുറിച്ച് പറഞ്ഞതാണ്. യകാദുൽ ബർഖ് യഖ്തഫു അബ്സാറഹും. പിന്നെ അതിന്റെ രൂപഭേദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് പറയുമ്പോഴത്തേക്ക് ഈ 2 വാക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. അതിന് രൂപഭേദങ്ങളൊക്കെ ഉണ്ട്. തിത്ത തർക്കനും കാതയുടെ രൂപഭേദമാണ്. തിത്ത കാതു, തിത്ത കിത്തും. അപ്പോ കാതയും അതിന്റെ രൂപഭേദങ്ങളും വരും കേട്ടോ. യക്കാതു എന്ന് പറഞ്ഞാൽ കാത എന്നാണ് അതിന്റെ മാതി, പേര് മാതി കാതയാണ്. അതിന്റെ അപൂർണ ക്രിയയാണ് യക്കാതു. കാത യക്കാതുവാണ്.
കേട്ടോ. കാത് യക്കീത് വേറെ ഉണ്ട്. നമ്മുടെ പഴയ ബുക്കിൽ കാത് യക്കാത് കൊണ്ട് കാത് യക്കീത് കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതെ, ആ തന്ത്രം. അതെ അതെ, അതൊക്കെ തന്ത്രപൂർവ്വം പഠിച്ചു വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പൊ കാത യക്കീതു ആണെങ്കിൽ തന്ത്രം പ്രയോഗിക്കുക, കാത യക്കാതു ആണെങ്കിൽ ആകാനടുത്തു. അപ്പൊ യക്കാതുൽ ജറസു എരിഞ്ഞു. അപ്പോ യക്കാതു കഴിഞ്ഞിട്ട് വരുന്ന എന്തായിരിക്കും? അത് ലമ്മ് ചെയ്യപ്പെട്ടായിരിക്കും വരിക. അത് നാമമാവണമെന്നുണ്ട് അല്ലേ? നാമത്തെ അല്ലേ വരുള്ളൂ. എന്തിനെ കുറിച്ചാ വരുന്നത്? അത് ആകുമാറായി അതെന്തായിരിക്കും? നാമായിരിക്കും. ആ അൽ മുദരിസ് ലാ തഫ്തഹിൽ ബാബ്, നേരത്തെ പറഞ്ഞതുപോലെ ലാ തഫ്തഹ് എന്നതാണ് അതിന്റെ അടിസ്ഥാന രൂപം. അതിനുശേഷം ഹംസത്തുൽ വസ്ൽ വന്നത് കൊണ്ടാണ് കസ്ർ വന്നത്. ലാ തഫ്തഹ് അൽ ബാബ. ലാ തഫ്തഹിന്റെ കർമ്മ ഒബ്ജക്റ്റ് ആണ് അൽ ബാബ്. അപ്പൊ ഇവിടെ തഫ്തഹിന്റെ ഒബ്ജക്റ്റ് ആണെന്ന് പറയരുത് കേട്ടോ. ലാ തഫ്തഹിന്റെ ഒബ്ജക്റ്റ് ആണെന്ന് പറയുന്നത്. മുഴുവൻ പറയണം. ഓക്കെ. പിന്നെ മുഴുവൻ പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ. കാരണം ഇവിടെ അപൂർണ വിരോധക്രിയയാണ്, നഹിയാണ്. ലാ തഫ്തഹിൽ ബാബ് അൽ ആൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു സംഗതി മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഡോർ ബെല്ലടിക്കുമ്പോൾ ഡോർ തുറക്കാൻ പറഞ്ഞത്? ഇപ്പൊ ബെല്ലടിക്കുന്നേരം ഡോർ അടച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതെന്താ കാര്യം? ബ്രോയിലർ ചിക്കൻ പോലെ കോഴി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അകത്ത് പിടിച്ചിട്ടതാണോ? AC ഇട്ടിട്ടാ ഉള്ളത് അവിടെ. ശരിയാ. AC ഇട്ടിട്ടാ ഉള്ളത്. അപ്പൊ അത് അതുകൊണ്ട് ഡോർ അടച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ തുറക്കണ്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ തുറക്കണ്ട. കുട്ടികളോട് പറയണ പോലെയാണ് ഇപ്പൊ. അതെ. ഓക്കെ, പാഠം ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്താ കാര്യങ്ങൾ അത് പഠിച്ച് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റുകൾ മിക്കവാറും വന്നു. ഒന്ന് പറഞ്ഞത് ലാ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന്റെ ബഹുവചനം ചിലപ്പം എക്സസൈസിലായിരിക്കും വരിക. ഫേലിൻ നഹിയാണ്. അതേപോലെ സാധാരണ ലായും വിരോധക്രിയയുടെ ലായും തമ്മിൽ വ്യത്യാസം ഉണ്ട്. അതിവിടെ വന്നിട്ടില്ല. അതിന് വരും എക്സസൈസിൽ വരുമായിരിക്കും. ലാ തഫ്ത കഴിഞ്ഞിട്ട് ആന വന്നപ്പോ ഇപ്പൊ തുറക്കേണ്ടെന്നാണ്. മറ്റേ തുറക്കുന്നില്ല സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? വ്യത്യാസം. അത് വന്നില്ലല്ലോ. അല്ല, മാ അക്റഉ ഞാൻ വായിക്കുന്നില്ല ഇപ്പോൾ. അത് ഇതും തമ്മിൽ മിക്സ് ചെയ്യല്ലേ? ഇത് രണ്ടാ സംഭവം. രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ലായും മായും രണ്ടും ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒന്ന് ചെയ്യണ്ട, ഒന്നിപ്പോ ചെയ്യുന്നു. ഇപ്പൊ അതല്ല. ലാ തഫ്തഹ് ഇവിടെ വിരോധക്രിയയുമായി പറഞ്ഞത്. അവിടെ ഇപ്പൊ പ്രസന്റും ഫ്യൂച്ചറും തമ്മിലൊന്നും ബന്ധമില്ല. അവിടെ എന്താണ്? ലാ തഫ്തഹ് എന്ന് പറഞ്ഞാൽ ഫേലിൻ നഹി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇപ്പോഴോ ഭാവിയിലോ ചെയ്യരുത്. ലാ തഫ്തഹ്. പിന്നെ ഇവിടെ അൽ ആന വന്നത് കൊണ്ടാണ് ഇപ്പോൾ എന്ന അർത്ഥം വന്നത്. അതെ, അതും കൂടി കൂട്ടിയപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞത് മാ അഖ്റഉ എന്ന് പറഞ്ഞിടത്ത് മാ ഉപയോഗിച്ചത് ഇപ്പോൾ വായിക്കുന്നില്ല എന്നതാണ്. അത് വേറെ വിഷയമാണ്. അതെന്തിനാ പറഞ്ഞത്? അത് ഫേല് മുളാരിനോടൊപ്പം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് വേണ്ടി മാ ഉപയോഗിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്റെ വിശദീകരണം പിന്നെ വേറെ എവിടെയെങ്കിലും വരിക കേട്ടോ. അപ്പൊ അതാണ് ഫേലും നഹിയാണ് ഒന്ന്. പിന്നെ അതേപോലെ കാത പറഞ്ഞു, അതുപോലെ ഇന്നമ പറഞ്ഞു. ഏകവചനം മറ്റും രണ്ടും സുക്കൂന് വരും എന്ന് പറഞ്ഞു. ഏകവചനാണെങ്കിലും ഇന്നമ പറഞ്ഞു. പിന്നീട് ആഹുദു എന്നിടത്ത് ഹംസ് നീട്ടി പറയുന്ന കാര്യവും പറഞ്ഞായിരുന്നു. ഇതാണ് ഈ ലെസണിൽ പഠിക്കാനുള്ള പോയിന്റുകൾ. സഹ്ഹമായലി അബൂബക്കരിൻ മഅഹു മജല്ലത്ത്. അടുത്ത മജല്ല ഉണ്ടായിരുന്നത് അടുത്താണ് മജല്ല ഉണ്ടായിരുന്നത്. അനമ അക്ര എന്ന് പറഞ്ഞ ആരാ? ഫൈസൽ അല്ലേ പറഞ്ഞത്? അതെ, ഫൈസൽ.
അപ്പൊ ഫൈസലുൻ അതല്ലേ. മാഹു മജല്ലത്തുൻ. ഫൈസലിൻ മഅഹു എന്നാണോ ഉസ്താദെ? എന്തിനാ ഫൈസലിൻ ഫൈസലിൻ എന്ന് പറയുന്നത്? കർമ്മത്തിന്റെ സ്ഥാനത്തായതുകൊണ്ട് അല്ലേ? ഫൈസലിൻ എന്ന് എന്തിനാ പറയുന്നത്? ഇവിടെ ഇവിടെ ഇത് വായിച്ചു നോക്കിയാൽ മതി. അബൂ ബക്കരിൻ. അപ്പൊ ഇവിടെ എന്താണ്? നസ്ബ് ചെയ്തിരിക്കുകയാണോ, റഫ് ചെയ്തിരിക്കുകയാണോ, ജെർ ചെയ്തിരിക്കുകയാണോ? ഇവിടെ റഫ് തന്നെയാണ്. ഇവിടെ റഫ് ആണ്, അബൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. അപ്പൊ പിന്നെ ഫൈസലിന് എന്ത് ചെയ്യണം? ഫൈസലുൻ മഅഹു മജല്ലത്തുൻ. ഫൈസലുൻ എന്ന് പറയണോ ഫൈസലു എന്ന് പറയണോ? ഫൈസലുൻ. അപ്പൊ ഒരു ഫൈസലൊന്നും വരില്ല അല്ലെ? ഒന്നും വരില്ല അല്ലെ? ഫൈസൽ. അത് കുഴപ്പമൊന്നുമില്ല. ചില പേര് മിക്കവാറും നാമങ്ങൾക്ക് എന്താണ് തെൻവീൻ ഉണ്ടാകും. തെൻവീൻ ഇല്ലാത്ത നാമങ്ങൾ നമ്മൾ പേരെ പറയും. പെണ്ണുങ്ങളുടെ പേരിനൊന്നും തൻവീൻ ഇല്ല. ഖദീജത്തു, ഫാത്തിമത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അഹ്മദിന് തൻവീൻ ഇല്ല. ക്രിയയുടെ രൂപഭേദവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അഹ്മദ്. അഫ്തഹു പോലെ, ഞാൻ തുറക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു രൂപമായി പോയി അഹ്മദ്. ഹമീദയുടെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ രൂപമാണ് അഹ്മദു എന്ന് പറയുന്നത്. പക്ഷെ അത് പേരായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള രൂപങ്ങൾക്ക് തൻവീൻ ഉണ്ടാവില്ല. അപ്പൊ തൻവീൻ ഇല്ലാത്ത നാമങ്ങളുണ്ട്. അതേസമയം തൻവീൻ ഉണ്ടായിരിക്കുക എന്നത് നാമത്തിന്റെ സാധാരണഗതിയിലുള്ള അവസ്ഥയാണ്. അസാനി ഫൈസലൻ ത്വാലിബുൻ ജദീദുൻ. ആരാ ത്വാലിബുൻ ജദീദ്? അത് ഹുമയൂൻ. ഹുമയൂനു. അവിടെ ഹുമയൂനു എന്നാണ് കേട്ടോ. ഹുമയൂനു. അവിടെ ഒരു തമ്മേ ഉള്ളൂ. ഇവിടെ ഒന്നേ ഉള്ളൂ അല്ലെ? അവിടെ ഒന്നേ ഉള്ളൂ. ഹുമയൂനു. അത് ആ പേരിന്റെ പ്രത്യേകതയാണോ അതോ? ഇത് ഹുമയൂനു എന്നത് എന്താണ്? അറബി പദമല്ല. അതുകൊണ്ടാണ് അല്ലെ? അക്ഷരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ശ്രദ്ധിച്ചോളണം. അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ അത് അറബി പദമല്ല. ഹുമയൂനു മഅഹു ഹുമയൂനു ത്വാലിബുൻ ജദീദുൻ. അസ്സാലിസ് ബഷീറുൻ കതബൽ അജിബത ബിൽ ഖലമിൽ അഹ്മർ. ആരാണ് ഖലമുൽ അഹ്മർ കൊണ്ട് എഴുതിയത്? അബ്ദുറഹീമാണ് കേട്ടാ. അബ്ദുറഹീമാണ്. അബ്ദുറഹീമിനോടാണ് പറഞ്ഞത് യാ അബ്ദുറഹീമി ലാ തക്തുബിൽ അജിബത എന്ന് പറഞ്ഞു. അപ്പോ അബ്ദുറഹീമാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ബഷീറുൻ എന്നതിന് പകരം അബ്ദുറഹീമി. അപ്പൊ അവിടെ അബ്ദുറഹീമിന് എന്തുകൊണ്ടാണ് തൻവീൻ കൊടുക്കാഞ്ഞത്? അത് ഇലാഫത്തായതുകൊണ്ട് ഇലാഫത്ത് ചെയ്തുകൊണ്ട് അബ്ദിന് ഒരു ലമ്മ. അപ്പൊ അബ്ദുറഹീമി കതബൽ അജിബത ബിൽ ഖലമിൽ അഹ്മർ. الرابع حمزة غائب اليوم. ആരാണ് ഗായിബ്? ഹിഷാമാണ്. هذا مقال هشام وهو غائب اليوم. അതെ, അതാ മക്കളത് ഹിഷാമിന്. അപ്പൊ ഹിഷാമിന് തൻവീൻ ഉണ്ട് കേട്ടോ. ഹംസത്തിന് എന്താ തൻവീൻ ഇല്ലാത്തത്? ഹംസത്തിന് തൻവീൻ ഇല്ലാത്ത എന്തുകൊണ്ടാ? മറ്റേ അനറബി പദമായതുകൊണ്ട്. അനറബി അല്ല, ഇവിടെ സ്ത്രീലിംഗ പദമാണ്. താവുള്ള പദമായതുകൊണ്ട്. താവുള്ള പദം എല്ലാം സ്ത്രീലിംഗ പദങ്ങളെല്ലാം. സ്ത്രീലിംഗ പദം എന്ന് പറയുമ്പോഴത്തേക്ക് നാമം, സ്ത്രീലിംഗ നാമങ്ങൾ, അതായത് പ്രോപ്പർ നൗൺ, വ്യക്തിയുടെ പേരാണ് കേട്ടോ. അല്ലാതെ വസ്തുവിന്റെ പേരല്ല, വ്യക്തിയുടെ പേര്. സ്ത്രീലിംഗ പദമാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഗൈറു മുൻസരിഫായിരിക്കും. ഒരു ലമ്മ ഉണ്ടാവുള്ളൂ. ഫാത്തിമത്തു ഒരു ഉദാഹരണമാണ്. ഹംസത്തു മറ്റൊരു ഉദാഹരണമാണ്. ഫാത്തിമത്തു എന്ന് പറഞ്ഞത് പെണ്ണുങ്ങളുടെ പേരെല്ലാം ഗൈറു മുൻസരിഫാണ്. ഹംസത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തായുള്ള നാമങ്ങളെല്ലാം, തായുള്ള വ്യക്തി നാമങ്ങളെല്ലാം. സൈനബും
സൈനബ് ആ കൂട്ടത്തിലാണ്. പെണ്ണുങ്ങളുടെ പേരെല്ലാം ഗൈറു മുൻസരിഫാണ്. ക്രമായല് തദ്ഹബു. അപ്പൊ തദ്ഹബു എന്നതിന് എന്തുണ്ട്? അവസാനം ലമ്മുണ്ട്. ഫിഅ്ൽ മുളാരിയാണ്, അവസാനം ലമ്മുണ്ട്. ലാ തദ്ഹബ് എന്ന് പറഞ്ഞിടത്ത് എന്തായി? ഫിഅ്ൽ നഹിയാണ്, അവിടെ അവസാനത്തിൽ സുക്കൂനാണുള്ളത്. തക്തുബു ലാ തക്തുബ്. അതൊന്ന്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് തദ്ഹബു എന്നിടത്ത് മധ്യത്ത് ഫതഹാണ്. അപ്പൊ അതേപോലെ വിരോധക്രിയയിൽ ആ രീതി തന്നെ വരും. ലാ തദ്ഹബ്. തക്തുബ് എന്നുള്ളത് മധ്യത്തിൽ ലമ്മാണ്, വിരോധക്രിയയിൽ ആ ലമ്മുണ്ടാവും. ലാ തക്തുബ്. അപ്പോ അപൂർണക്രിയ എങ്ങനെയാണുള്ളത് അതേ രീതിയിലാണ് വിരോധക്രിയ എടുക്കുന്നത്. ക്രിയയും വിരോധക്രിയയും വരിക. ലാ തശ്റബു ലാ തശ്റബ്. ഇനി ഇക്റമായാണ്. യാ മൂസ അൻത മരീദുൻ فلا تخرج من البيت ولا تذهب إلى المدرسة ولا تلعب في الشارع. ഇത് വായിച്ചു പഠിക്കാനുള്ളതാണ് കേട്ടോ. യാ മൂസ അൻത മരീദുൻ, നീ നിനക്ക് സുഖമല്ല. ഫലാ തഖ്റുജ്, അതിനാൽ നീ പുറത്തു പോകരുത്. മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന്. ഫലാ തഖ്റുജ് ഫലാ തദ്ഹബ്, ലാ തദ്ഹബ് പോകരുത്. ഇലൽ മദ്രസത്തി, സ്കൂളിൽ പോകരുത്. വലാ തലഅബ് ഫി ശാരിഅ, റോഡിൽ കളിക്കരുത്. കളിക്കാനും പോകണ്ട, സ്ട്രീറ്റില്. അസ്സാനി ലാ തജ്ലിസ് ഫി ത്വരീഖ്, വഴിയിലിരിക്കരുത്. ഇഫ്തഹി നാഫിദത വലാ തഫ്തഹിൽ ബാബ. സുക്കൂന് വരുന്നത്. ഇഫ്തഹി നാഫിദത വലാ തഫ്തഹിൽ ബാബ. അത് സുക്കൂന് പിന്നെ കെസ്റായതിനുള്ള ഉദാഹരണം അല്ലേ? ഇഫ്തഹി നാഫിദത, ജനൽ തുറക്കുക. വലാ തഫ്തഹിൽ ബാബ, വാതിൽ തുറക്കരുത്. വാതിൽ തുറക്കരുത്. ലാ തൽഹക് ഫിൽ ഫസ്ൽ, ക്ലാസ്സിൽ ചിരിക്കരുത്. ലാ തഅകുൽ ഫി ശാരിഅ, സ്ട്രീറ്റിൽ വെച്ച് കഴിക്കരുത്. റോഡിൽ വെച്ച് കഴിക്കരുത്. ലാ തക്ദിബ്, കള്ളം പറയരുത്. ലാ തഹ്ലിഖ് ലഹ്യതക്, ദാടി പഠിക്കരുതെന്ന്. ഇവിടെ എന്താണ്? ലാ തഹ്ലിഖ് ലഹ്യതുൻ, 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 ദാടി. ലഹിയത്തുൻ പഠിച്ചിട്ടുണ്ടോ? പക്ഷെ ഇവിടെ കാണുമ്പോ അങ്ങനെയല്ല തോന്നുന്നത്. ലഹിയത്തക്ക എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായി? ഇലാഫത്ത് ചെയ്യുമ്പോഴത്തേക്ക് സർവനാമനോട് ചേർക്കുമ്പോ എന്താവും? കെട്ടുള്ളതാ, കെട്ട് അഴിക്കും. അങ്ങനെ ഉണ്ട് അല്ലേ? അങ്ങനെ ഉണ്ട്. അത് അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മള്. അതുപോലെ ഉസ്താദ്, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മള് ഇവിടെ പറയാൻ പറ്റുന്നല്ല, എന്താണ് കസ എന്നുള്ളതിന്റെ നെക്സസ് എന്താണ് പറയാ, ഖുറാനിൽ വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോ അവിടെ എങ്ങനെയാണ് നെക്സുസ് എന്ന് വരുന്നത്? നഖുസു എന്നുള്ളത് അപ്പൊ ലന്ന പറഞ്ഞു നോക്ക്, ലന്നയുടെ പട്ടിക പറഞ്ഞു നോക്ക്. ലന്ന യലുന്നു. അപ്പൊ പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അത് രണ്ടും ലന്ന പറഞ്ഞു നോക്ക്. ലന്ന യലുന്നു, ആ യലുന്നുവിനെ ശബ്ദ അഴിക്കുമ്പോഴാണ് ചോദിച്ചത്. ലനന്ത ലനന്തും ലനന്തു ലനന്ന, യലുന്നു യലുന്നൂന, തലുന്നു തലുന്നൂന, അലുന്നു നലുന്നു. ഈ നലുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് വീണ്ടും കെട്ടഴിക്കണമെന്നാണ് എനിക്ക് അറിയേണ്ടത്. ലം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ലം വരുമ്പോഴത്തേക്ക് അവസാനം ജസ്മി ഉണ്ട്. അത് വേണം. അപ്പൊ ജസ്മി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ജസ്മി ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് സുക്കൂൻ കൊടുക്കാൻ പറ്റില്ല. കാരണം തലുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? തലുന്നു എന്ന് ഷെദ് കൊടുത്താൽ ആദ്യത്തെ നൂന് എന്താ അടയാളം? അതിനും ഷെദ് വരും. അല്ല, അതിനും അല്ല, ആദ്യത്തെ രണ്ട് നൂനുണ്ട്. തലുന്നു എന്ന് പറയുമ്പോ എന്തുണ്ട്? രണ്ട് നൂനുണ്ട്. ഒന്നാമത്തെ നൂന് എന്താ അടയാളം? സുക്കൂനാണ്. രണ്ടാമത്തേന് ലമ്മുമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ അവിടെ തലുന്നു എന്ന് പറയുന്നിടത്ത് തലുൻ എന്ന് സുക്കൂൻ കൊടുത്താലോ?
ഒന്നാമത്തേനും സുക്കൂൻ, രണ്ടാമത്തേനും സുക്കൂനാവും. ഉം, 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 ഉം. അതുകൊണ്ടാണ് അവിടെ കെട്ടഴിച്ചിട്ട് ഒന്നാമത്തേതിന് അതിന്റെ ഒറിജിനൽ അടയാളം കൊടുക്കും. ഓക്കെ. കത്തബ യക്തുബു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി, അവിടെ ലമ്മുണ്ട് അല്ലേ? അപ്പൊ മധ്യത്തെ അക്ഷരത്തിന് ഒരു അടയാളം അവിടെ ഉണ്ടാകും, അതിന്റെ ഒറിജിനൽ അടയാളം കൊടുക്കും. ഓക്കെ. ലന്ന യലുന്നു ആണെങ്കിൽ ലമ്മായിരിക്കും. അതും ഇങ്ങനത്തെ കസ്സയക്കുസു അത് ഇത് തന്നെയാണ്. കസ്സയക്കുസു ലന്ന യലുന്നു പരിചയമുള്ള വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ലാ തഖ്സുസ്, ലാ തഖ്സുസ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. അപ്പൊ അത് ഞാൻ ലാ തഖ്സുസ് ഖുർആനിലുണ്ടല്ലോ. അതന്നെ, അതിപ്പോ തീർന്നത് മറ്റേ സംശയം. കെത്തബയ്ക്ക് ഉക്കുത്തുബ് എന്ന് വരുന്ന പോലെയുള്ളതാണത് ലമ്മ വരുന്നത്. ഇപ്പൊ മനസ്സിലായി. ലാ തഖ്സുസ്, ലാ തക്തുബ്, മനസ്സിലായി. ലാ തക്തുബ് എന്ന് പറയുന്നത് ലാ തഖ്സുസ്. ലാ തഖ്സുസ് ഉണ്ടല്ലോ ഖുർആനിൽ, എവിടെയാണ്? ലാ തഖ്സുസ് റുഅ്യാക റുഅ്യത് അലാ ഇഖ്വതിക എന്ന് പറഞ്ഞില്ലേ? എന്റെ സഹോദരന്മാർക്ക് നീ കഥ പറഞ്ഞു കൊടുക്കലെന്ന് പറഞ്ഞു, സ്വപ്നം കണ്ട കാര്യം. യൂസുഫ് നബിയോട് അപ്പൊ ലാ തജ്ലിസ് ഫി തരീഖ്, റോഡിലിരിക്കരുത്. ഇഫ്തഹിൻ നാഫിയത വലാ തക്തുബിൽ ബാബ്, ലാ തൽഹഖ് ഫിൽ ഫസ്ലി, ലാ തഅകുൽ ഫി ശാരി, റോഡിൽ തിന്നരുത്. ലാ തക്ദിബ്, കളവ് പറയരുത്. ലാ തഹ്ലഖ് ലിഹയതക്, നീ ദാടി ഷേവ് ചെയ്യരുത്. അസാമിൻ ലാ തസ്അൽനി ഹാദ സുആല, എന്നോട് അവിടെ നമ്മള് അവിടെ അടയാളപ്പെടുത്തി വെക്കുക. നമ്മള് എന്താ അടയാളപ്പെടുത്തേണ്ടത്? യാ ഉൽ മുത്തകല്ലിം വരുമ്പോ എന്ത് ചെയ്യണം? ക്രിയയുടെ യാ ഉൽ മുത്തകല്ലിം ക്രിയയുടെ കൂടെ മഫ്ഊലുൻ ബിഹി ആയിട്ട് ചേർക്കുന്ന സന്ദർഭത്തിൽ അവിടെ നൂന് സുരക്ഷിതത്തിന്റെ നൂന് വേണം, സേഫ്റ്റി നൂന് വേണം. സേഫ്റ്റി ബെൽറ്റ് ഒക്കെ എന്ന് പറയുന്ന പോലെ ഒരു സേഫ്റ്റി നൂന് വേണം. സേഫ്റ്റി പിന്നെന്ന് പറയുമല്ലോ, സേഫ്റ്റി നൂന് വേണം അവിടെ. അതാണ് നമ്മൾ പഠിച്ചത്. ഖലഖഹു ഖലഖഹും, ഖലഖക ഖലഖക്കും, പിന്നെന്താ? ഖലഖനി, ഖലഖനി ഖലഖന. ഖലഖനി എന്നുള്ളത് യാ ഉൽ മുത്തകല്ലിം ചേരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? സേഫ്റ്റി നൂന് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അതിന്റെ അടയാളം, ഒറിജിനൽ അടയാളം അവിടെ നിർത്താൻ പറ്റില്ല. ക്രിയയ്ക്ക് എന്ത് ചെയ്യണം? ക്രിയയ്ക്ക് അടയാളം ഒരു പ്രധാന ഘടകമാണ്. ഖലഖ എന്ന് പറഞ്ഞ ഫേല് മാവിയാണ്. അവിടെ എന്ത് ചെയ്യാണ്? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫത്തഹ് ഉണ്ട്. അവിടെ ഫത്തഹ് നിലനിർത്തണം, പിന്നെ യാ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫത്തഹ് നിലനിർത്തിയിട്ട് യാ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ യാവിന്റെ ഉച്ചാരണത്തിലേക്ക് ഫത്തഹ് മാറിപ്പോകും. ഇവിടെ എന്താണ്? ലാ തസ്അൽ എന്ന് പറഞ്ഞെടുത്ത് വിരോധക്രിയയുടെ അവസാനം സുക്കൂൻ വേണം. പിന്നെ യാ ചേർക്കണമെങ്കിൽ അവിടെ സേഫ്റ്റി നൂൻ ചേർക്കണം. ലാ തസ്അൽ, നീ എന്നോട് ചോദിക്കരുത്. ലാ തസ്അൽ എന്നതിന്റെ മഫ്ഊലുൻ ബിഹിയാണ് യാ മുത്തകല്ലിം. ലാ തസ്അൽ, നീ ചോദിക്കരുത്, നീ എന്നോട്. ഹാദ സുആല, ഈ ചോദ്യം. അപ്പൊ രണ്ട് മഫ്ഊലുൻ ബിഹി ഉണ്ട് അവിടെ. സുആല ഒരു മഫ്ഊലുൻ ബിഹിയാണ്. ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി ക്രിയയോടൊപ്പം ചേർന്ന് വരുന്നതായിരിക്കും എപ്പോഴും ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി. لا تسألني هذا السؤال. التاسع لا تضرب زميلك, لا تضرب زميلك, നീ നിന്റെ ക്ലാസ്മേറ്റിനെ അടിക്കരുത്. العاشر قال إبراهيم عليه السلام لأبيه يا أبت لا تعبد الشيطان كما جاء في سورة مريم الآية الرابعة والأربعين. قال إبراهيم مريم, قال إبراهيم عليه السلام, ഇബ്രാഹിം അലൈഹി സ്വലാം ലി അബീഹി, പിതാവിനോട് പറഞ്ഞു. ലി അബീഹി, അപ്പൊ അബിന് കസ്റ ചെയ്തപ്പോഴത്തേക്ക് എന്തായി? അബീ എന്ന് വന്നു. ലി വന്നത് കാരണമായി അബിന് കസ്റ കൊടുത്തു. അപ്പൊ അബീ എന്ന് വന്നു. ലി അബീ. ഇതിന് ഹായ വന്നപ്പോഴത്തേക്ക് ഹി, ലി അബീഹി. യാ അബത്തി, യാ അബത്തി, എന്റെ പിതാവേ. ലാ തഅബുദി ശൈത്താൻ, അപ്പൊ ലാ തഅബുദ്, ലാ തഅബുദ് ദാലിന് സുക്കൂനാണ്.
ഹംസത്തുൽ ബസ്റിനോട് ചേർന്നപ്പോഴത്തേക്ക് എന്തായി? സുക്കൂൻ പോയിട്ട് കസ്റ. ലാ തഅബുദി ശൈത്താന കമാ ജാ ഫി സൂറത്തി മറിയം. അദ്ഖൽ ലൻ നാഹിയത. അപ്പൊ അത് അടയാളപ്പെടുത്തി വെക്കുക. ഇതിന്റെ പേരെന്താണ്? ല അന്നാഹിയത്ത് എന്നാണ്. നമ്മള് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചവരാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും. ജസ്മി ചെയ്യുന്ന സംഗതികൾ പഠിച്ചപ്പോ ഇൻ, ലം, ലമ്മ, ലാമുൽ അംർ, ല അന്നാഹിയ എന്ന് പറഞ്ഞത് വിരോധക്രിയയുടെ ല. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ അന്ത്യം കറക്റ്റ് ആക്കുക. അവസാനത്ത് ശരിയായ അടയാളം കൊടുക്കുക എന്നാണ് യുദ്ബത്ത് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹർക്കത്ത് കൊടുക്കാന്ന് പറയില്ലേ, ഹർക്കത്ത് കൊടുക്കാന്ന് അറബികൾ സാധാരണ ഉപയോഗിക്കാറില്ല. ലബത്ത് എന്നാണ് പറയുക. അതിനെ ശരിപ്പെടുത്തുക, ശരിയായ അടയാളം കൊടുക്കുക. അതിന്റെ അവസാനത്തിന് തദ്ഖുലു. ലാ ചേർത്ത് പറയൂ. ലാ തദ്ഖുൽ. തസ്മഉ. ലാ തസ്മഉ. തൻസിലു. ലാ തൻസിൽ. തഖ്തുലു. ലാ തഖ്തുൽ. ലാ തഖ്തുൽ. ബാക്കി ശേഖന്മാരൊക്കെ മിണ്ടായിരിക്കണോ? ലാ തഅഖുദ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അവിടെ ഉണ്ടല്ലേ നാസർ, സത്താർ. അവിടെ വെച്ച് കേൾക്കുന്നില്ല. അപ്പോ ലാ തഖ്തുൽ. തഅഖുദു. ലാ തഅഖുദ്. തെറ്റ്. തെറ്റി. സുക്കൂൻ ലാസ്റ്റ് തഅഖുദ്. ലാ തഅഖുദ്. ലാ തഅഖുദ്. തഖ്തഉ. ലാ തഖ്തഅ. തർക്കബു. ലാ തർക്കബ്. മാഷാ അല്ലാഹ്. അതാരാ പറഞ്ഞേ? മറിയം. ഹസീന. അത് ഹസീന. ആ തർഫഉ. ഹസീന. ലാ തർഫഅ. ലാ തർഫ. ഓക്കെ. തഖ്തഉ എന്താ അർത്ഥം? മുറിക്കരുതാണ്. ഖതഅ മുറിച്ചു. മുറിച്ചു. ഖതഅ മുറിച്ചു. തർക്കബു റകിബ. കയറ്. റകിബ കയറി. തർഫഉ റഫഅ നമുക്കറിയാം. തഅമ്മൽ മാ യലി. യാ അഹ്മദു ലാ തദ്ഹബ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിന്റെ മറ്റു രൂപഭേദങ്ങൾ പറയാണ്. യാ അഹ്മദു ലാ തദ്ഹബ്. അഹ്മദിനോട് പറയുമ്പോൾ ലാ തദ്ഹബ്. കാരണം അഹ്മദ് ഒരു പുല്ലിംഗ, അതായത് പുല്ലിംഗ ഏകവചനമാണ്. ഒരു പുരുഷനോട് പറയുമ്പോൾ ലാ തദ്ഹബ്. അതാണ് നമ്മൾ പാഠത്തിൽ പ്രാക്ടീസ് ചെയ്തതല്ല, ഇതുവരെ പ്രാക്ടീസ് ചെയ്തെല്ലാം അതാണ് ലാ തദ്ഹബ്. ഇനി യാ ഇഖ്വാനി, സഹോദരന്മാരോട് പറയുമ്പോൾ, സഹോദരന്മാരോട് പുല്ലിംഗ ബഹുവചനത്തിനോട് പറയുമ്പോൾ ലാ തദ്ഹബൂ. അപ്പോഴും ജസ്മ് ചെയ്തിരിക്കുകയാണ് തന്നെ. തദ്ഹബൂന എന്നാണ് ക്രിയയെങ്കിൽ ജസ്മ് ചെയ്യുമ്പോൾ എന്താവും? നൂന് പോവും. നൂന് പോവും. യഫ്അലു യഫ്അലൂന, ലം യഫ്അലൂ എന്നാ വരിക. അതേപോലെ ലാ വന്നപ്പോൾ ലൻ നാഹിയ, വിരോധക്രിയ ലാ വന്നാൽ അതേ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ലാ തദ്ഹബൂ. യാ ഇഖ്വാൻ ലാ തദ്ഹബൂ. സഹോദരന്മാരെ പോകരുത്. ഇനി സഹോദരിയോട് പറഞ്ഞാൽ, ഒരു സഹോദരിയോട് പറഞ്ഞാൽ യാ മറിയമു ലാ തദ്ഹബീ. യാ മറിയമു ലാ തദ്ഹബീ, നീ പോകരുതേ മറിയം. യാ അഖവാതു, സഹോദരിമാരോട് പറഞ്ഞാൽ ലാ തദ്ഹബ്ന. ഇത് നമ്മൾ മുമ്പൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഹാത്തിഷായ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഹാത്തിയുടെ രൂപഭേദങ്ങളെ പഠിച്ചു. അത് കൽപ്പനക്രിയ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പാഠത്തിലാണ് പഠിച്ചത്? ഇതില് മുമ്പ് ഒരു പാഠത്തിൽ പറഞ്ഞിട്ട് ഹാത്തിഷായ. ഹാത്തി എന്ന് പറഞ്ഞത് ഒരു പദമാണ്. എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യല്ലേ, ഓരോന്നും അതിൻ്റെതായ രീതി പഠിക്കുക. ഇവിടെ നമ്മളിപ്പോ പഠിക്കുന്നത് പൂർണ്ണക്രിയയെ അപൂർണക്രിയ ആക്കി അതിന് വിരോധക്രിയ ആക്കുന്ന ഘടനയാണ്. മറ്റെന്താണ്? ഫിഅല് ജാമിദ് എന്ന് പറയും, ഉറച്ച ക്രിയയാണ്. അതിന് ഒരു രൂപമേ അല്ലെങ്കിൽ ഒന്നോ അതിന്റെ ചില രൂപങ്ങൾ മാത്രമേ ഉണ്ടാവൂ.
അപ്പൊ ഹാത്തി അത് കൽപ്പനക്കിലേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഉസ്താദ് പറഞ്ഞു. അതെ. അപ്പൊ ഹാത്തി ഹാത്തു. അപ്പൊ അതിന്റെ പെണ്ണിനോട് പറയുമ്പോ ഹാത്തി. ഒരാളോട് അതുവേ ഇതിറെ. الخامس أكمل الجمل التي بوضع الفعل المضارع مناسب مسبوق بلا الناهية في الأماكن الخالية. لا الناهية ചേർത്തിട്ട് എന്ത് ചെയ്യണം? മസ്ബൂക്ക് എന്താണ്? മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്നിൽ വരുന്നത്. എന്താണ് മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്നിൽ പിന്തുടർന്ന് വരുന്നത്. മസ്ബൂക്ക് സബക. സബക മുൻകടന്നു. സബക മുൻകടന്നു. സബക മുൻകടന്നു. സാബിക്ക് മുൻകടന്നവൻ. മസ്ബൂക്ക് മുൻകടക്കപ്പെട്ടവൻ. ഫോളോയിങ് അല്ല. സബക മുൻകടന്നു. സബക മുൻകടന്നു. സാബിക്ക് മുൻകടന്നു പോയവൻ. മസ്ബൂക്ക് മുൻകടക്കപ്പെട്ടവൻ. മുൻകടക്കപ്പെട്ടവൻ. അപ്പൊ എന്തായി? പിന്തിയവൻ എന്നർത്ഥം. പിന്തിയവൻ എന്നാണ് ശരിക്കും അർത്ഥം. മറ്റുള്ളവർ മുൻകടന്നു പോയി, ഞാൻ മുൻകടക്കപ്പെട്ടു. അപ്പൊ എന്തായി? ഞാൻ പിന്തിയവനായി. മറ്റുള്ളവരാൽ മുൻകടക്കപ്പെട്ടു. അതെ, മറ്റുള്ളവരാൽ മുൻകടക്കപ്പെട്ടു. അപ്പോ മസ്ബൂക്കൻ ബി ലൻ നാഹിയ. ലൻ നാഹിയയുടെ പിന്നിൽ വരുന്ന ബി ലൻ നാഹിയ. ഇപ്പൊ ലൻ നാഹിയയുടെ പിന്നിൽ വരുന്ന. ഇപ്പൊ ലൻ നാഹിയയാൽ മുൻകടക്കപ്പെട്ട. എല്ലാ മുൻകടന്നു. അതിന്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡാഷ് വന്നിരിക്കുന്നത്. ഏത്? മക്കാൻ ഖാലി വന്നിരിക്കുന്നത്. മക്കാനുൽ ഖാലിനാണ് അമാക്കിനുള്ള ഖാലിയത്ത്. അമാക്കിന് മക്കാന്റെ ബഹുവചനം അമാക്കിൻ. ഖാലിൻ വന്നപ്പോ ഖാലിയത്തിനായി. യാ സൈനബു ലാ തഫ്തഹ് നഫ്ത അല്ല ലാ തഫ്തഹ് നഫ്ത. തഫ്തഹി നാഫിദത. ലാ തഫ്തഹിയുടെ അവസാനത്തെ അക്ഷരം എന്താണ്? തഫ്തഹി നാഫിദ. ലാ തഫ്തഹിയുടെ അവസാനത്തെ അക്ഷരമാണ്. കസറത്ത് മാത്രം. കസറല്ല. ലാ തഫ്തഹി. ലാ തഫ്തഹി. പക്ഷേ നീട്ടുണ്ട്. പക്ഷേ ചേർത്ത് പറയുമ്പോ നീട്ടാതെയാണ് പറയുന്നത്. ലാ തഫ്തഹി നാഫിദത. الثاني يا أيها الناس لا താബുദു ശൈത്താൻ അല്ലെ താബുദ്. യാ അയ്യുഹൻ നാസ്. ഞാൻ പറഞ്ഞായിരുന്നു ലാ യും കൂടെ ചേർത്ത് പറയുമ്പോഴത്തേക്ക് ലാ മുറിച്ച് പറയുന്നത്. ലാ തഅബുദൂ എന്നാണ്. അശ്ശൈത്താന. എഴുത്തില് വായും അലിഫും ഉണ്ടാവണം. എഴുത്തില് ലാ തഅബുദൂ എന്നിടത്ത് ബഹുവചനത്തിന്റെ വായും അതിനുശേഷം ഒരു അലിഫും വേണം. ഞാൻ കളയുമ്പോ ഒരു അലിഫ് ചേർക്കും. ബഹുവചനത്തിന് നാ കളയുമ്പോൾ എന്ത് ചെയ്യും? അലിഫ് ചേർക്കും. നമ്മൾ പഠിച്ചായിരുന്നു. അത് ഫതഹൂലും ഉണ്ട്, പൂർണ്ണക്രിയയിലും ഉണ്ട്. അതേപോലെ തന്നെ ലമ്മും ലെന്നും ഒക്കെ വരുമ്പോ നാ കളയുമ്പോൾ നാ കളഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു അലിഫ് കൊടുക്കണം. അപ്പൊ ലാ തഅബുദൂ എന്നാണ്. ക്ലിയർ അല്ലേ? യാ അഖവാതി ലാ തദ്ഹബൂൻ അല്ല അഖവാത്തി എന്താണ്? അർഫത്തിൽ അഖദത്തവും എന്താണ്? മുറിക്കുക എന്നുള്ള കത്തവയാകും. യാ അഖവാത്തി ലാ തഖ്നുസ്ന. ഖദീമത്ത്. കാലല്ലേ? കാല് മുറിക്കരുത്. കാല് മുറിയരുതെന്നോ? അല്ല, ഉർഫത്തിന്നാണ്. മിക്നസത്ത് കൂല്. ഖദീമത്ത് എന്താണ്? മിക്നസ് എന്താ? മിക്നസ് അത് ഖദീമത്ത് അറിഞ്ഞൂടെ? ഓൾഡ്. ഖദീമത്ത് ഓൾഡ്. ഖദീമുൻ. ഖദമുൻ എന്ന് പറഞ്ഞാൽ പഴയ അല്ല പഴയ. ഖദമുൻ പാദം. ഖദമുൻ പാദം. ഖദീമുൻ പഴയത്. ഇവിടെ ഗുർഫത്ത് മിക്നസത്ത് കൊണ്ട് എന്ത് ചെയ്യരുതെന്നായിരിക്കും പറയുന്നത്? അടിച്ചു വരാം.
പഴയ അടിച്ചു വാരരുത്. മിക്ക ലാ തക്നുസ്ന, തെക്കനുസ്ന ലാ തക്നുസ്ന ഗുർഫതി ബിൽ മിക്നസത്തിൽ ഖദീമത്തി, എന്റെ റൂം പഴയ ചൂല് കൊണ്ട് അടിച്ചു വാരരുത്. അടിച്ചെടുക്കും. ഓക്കെ. യാ വലദു ലാ ഫിൽ ഫസ്ൽ. لا تلعب. യാ വലദു ലാ തലഅബ് ഫിൽ ഫസ്ൽ, അവിടെ ഏകവചനമാണ്. യാ ബിൻതി ലാ لا تذهبي. تشربي. ലാ ആ. തശ്രിബ്. തശ്രിയാണോ تشربي. ലാ ശരിയാണോ റിയാണോ റായിന് കസറാണോ? ബനാത്തി അല്ല ബിൻതി ഉണ്ട്. تشربي. تشربي. ലാ തശ്റബ്, ലാ തശ്റബി, ശരിബ യശ്റബു കേട്ടാ. അതെ. യാ ബിൻതി ലാ തശ്റബി മാഅൻ ബാരിദൻ, തണുത്ത വെള്ളം കുടിക്കരുത്. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാല് ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ച വെള്ളം കുടിക്കരുതെന്നാണ്, അല്ലാതെ സാധാരണ വെള്ളം കുടിക്കരുന്നില്ല. നോർമൽ ടെമ്പറേച്ചറിൽ കുടിക്കും. യാ ബിനാഇ ലാ ഫിൽ ഫസ്ലി ഫി അസ്നാഇ ദർസ്. ലാ تذهبوا. എന്താ അസ്ന എന്ന് പറഞ്ഞാൽ? يا بنائي. അസ്നാ മീൻസ് ഡ്യൂറിങ്. അസ്നാ During. ഇടയിൽ അഥവാ ഡ്യൂറിങ്. ലാ ക്ലാസ്സിലുള്ളപ്പോൾ ലാ തദ്ഹബു വന്നാൽ പിന്നെ വേറെ അതിന്റെ വിശദീകരണം ഒരു വാക്ക് തീരില്ല. തീരുമോ? ലാ ലാ തദ്ഹബു ലഹിക്കന. അബിനാഇന് ലഹിക്കന വേണ്ടത്. ചിരിക്കരുതെന്നില്ല മക്കള്, ക്ലാസ്സിൽ ചിരിക്കും. ഇനി നിങ്ങൾ അത് ലഹിക്കന എന്ന് പറഞ്ഞപ്പോ എന്റെ അപൂർണക്രിയ വന്നോ? ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്നാവാം. എന്തെങ്കിലും ഒരു വാക്ക് പറയും. നിങ്ങൾ ചിരിക്കരുത്. സംസാരിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അറബിയിൽ പറയും. ലാ തക്ദീം അല്ല, ലാ തക്ലീം. تكلموا. കല്ലമ യുക്കല്ലിമു. തക്ലീമ വേറെ. നിങ്ങൾ കല്ലമ സബ്ബ ഗ്രൂപ്പിലേക്കൊക്കെ പോകേണ്ട കാര്യമില്ല ഇപ്പോഴും കേട്ടോ. നമ്മൾ പഠിച്ച ലിമിറ്റിൽ നിൽക്കുക. പഠിച്ചത് 3 അക്ഷരക്രിയകളാണ് പഠിച്ചിരിക്കുന്നത് നമ്മൾ. കലാം ക്ലാസ്സിൽ സംസാരിക്കുന്നവരാണ് ക്ലാസ്സിൽ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കല്ലമയിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ലെവലിൽ പഠിച്ചിരിക്കുന്നത് 3 അക്ഷരക്രിയകളാണ്. 3+ പഠിച്ചിട്ടില്ല. لا تذهبوا ശരിയാവില്ല. തദ്ഹബു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാ തദ്ഹബു പറയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും കൂടെ വിശദീകരണം പറയും. നിങ്ങൾ പിന്നെ മിനൽ ഫസ് അങ്ങനെ പറയാൻ കുഴപ്പമില്ല. മീൻ ഇവിടെ ഉള്ളത് മിനൽ ഫസില്. ലാ തദ്ഹബുവായി യോജിക്കുള്ളൂ. ലാ തദ്ഹബു മിനൽ ഫസില്, മീനുള്ളത് കൊണ്ട് ലാ തദ്ഹബു വരുള്ളൂ. നിങ്ങൾ പോകരുത് മിനൽ ഫസിലി, ക്ലാസ്സിൽ നിന്ന്. ഡ്യൂറിംഗ് ദ ക്ലാസ്. മീൻ കിടക്കുന്നുണ്ട്. ലാ തദ്ഹബു മാത്രമേ യോജിക്കുള്ളൂ അവിടെ. അതിന് ലാ തഖ്റുജു എന്നും പറയാം. السابع لا من الحافلة في هذه المحطة يا سيداتي. لا تنزل. لا تقرب. يا سيداتي يعني سيداتي. لا تنزلن. لا تنزلن. لا تنزلن من الحافلة في هذه المحطة يا سيداتي. يا بنتي لا لا تقطعي. لا تقطعي. لا تقطعي اللحم بهذا السكين. ഈ കത്തി കൊണ്ട് ഇറച്ചി മുറിക്കരുത്. അതിന്റെ മുമ്പത്തെ അർത്ഥം എന്താണ് വരും ഉസ്താദല്ല? അതിന്റെ മുമ്പത്തെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് വന്നില്ല. സയ്യിദാത്തി വന്നപ്പോഴത്തേക്ക് ലാ തൻസിൽ. ലാ തൻസിലിന് എന്താണ്? നസല യൻസിലു. നീ പുറപ്പെടുക അല്ല. അതെ, നസല യൻസിലു എന്താണ്? ഇറങ്ങരുത്. അവതരിക്കുകയല്ല, ഇറങ്ങി. നസല.
ലാ തൻസിൽന നിങ്ങൾ ഇറങ്ങരുത് മിനൽ ഹാഫിലത്തി ബസ്സിൽ നിന്ന് ഈ ഹാദിഹിൽ മഹത്തത്ത് ഈ സ്റ്റേഷനിൽ അല്ല ഈ സ്റ്റാൻഡിൽ യാ ബിൻതി ലാ തഖ്തഇൽ ലഹ്മ അടുത്തത് യാ ഇഖ്വാനു ലാ ഇലൽ മതാനി ഖബല الساعة الواحدة ലാ തദ്ഹബു നിങ്ങൾ പോകരുത് ഇലൽ മതാനി റെസ്റ്റോറന്റിലേക്ക് അല്ലെങ്കിൽ ക്യാൻറ്റീനിലേക്ക് ഖബല الساعة الواحدة 1 മണിക്ക് മുമ്പ് العاشرة لا على السبورة يا أبا بكر لا لا تكتب تكتب لا تكتب على السبورة يا أبا بكر ഓക്കെ അതവിടെ ഇരിക്കട്ടെ ബാക്കി ലായുടെ രണ്ട് ലായും അടുത്ത പ്രാവശ്യം പഠിക്കാം 2 ലായ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി ആൾക്കാർ ഓക്കെ ഓക്കെ കാരണം അതുകൊണ്ടാണ് നസലനുസരിന്റെ അർത്ഥം മറന്നു അപ്പൊ ഇത് നമ്മൾ പാഠം നന്നായിട്ട് വായിച്ചു പഠിക്കുക എക്സസൈസുകളും വായിച്ച് പഠിക്കുക എഴുതുക ഗ്രൂപ്പിലിടുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഖുർആൻ പഠനത്തിന് വേണ്ടിയുള്ള ഈ ഒത്തുചേരൽ പ്രതിഫലാർഹമാക്കി തീരട്ടെ നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പുറത്തു തരട്ടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിച്ചു തരട്ടെ ഇപ്പോ മഴ വർഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മഴയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ മഴ അധികരിച്ചിരിക്കുകയാണ് മഴ അധികരിച്ചുള്ള പ്രാർത്ഥന എന്താണ് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താണ് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മഴ അധികരിച്ചുള്ള പ്രാർത്ഥന എന്താണ് മലയിലേക്കൊക്കെ പോയി പോയിട്ടും اللهم حوالينا ولا علينا ഞങ്ങളുടെ മുകളിലേക്ക് വർഷിക്കണ്ട ബാക്കി ഞങ്ങളുടെ ചുറ്റുവർഷത്തേക്ക് വർഷിച്ചോട്ടെ അപ്പൊ ഇവിടെ പരിസരങ്ങളിലും ഇന്ത്യയിൽ തന്നെ പരിസരങ്ങളിലും രൂക്ഷമായ ഡൽഹിയിലൊക്കെ ഭയങ്കര ചൂടാണ് ഡൽഹിയിലൊക്കെ ഭയങ്കര ചൂടാണെന്ന് വാർത്തയിലൊക്കെ കേട്ട അല്ലാഹു ആ രീതിയിൽ മഴയെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ പ്രയോജനപ്രദമാക്കി തരട്ടെ മഴ പെയ്യുമ്പോൾ നമ്മൾ വെയിൽ തുടങ്ങുമ്പോൾ നമ്മൾ സയ്യിബൻ നാഫിയാണെന്ന് പറയാം പ്രയോജനപ്രദമായ മഴയാക്കണമെന്ന് അല്ലാഹു ഓരോ സമയത്തും അതിൻ്റെതായ പ്രാർത്ഥനകളുണ്ട് ഇതൊക്കെ നമ്മൾ ഓർക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ إلى اللقاء بإذن الله والسلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته.